ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു തക്കാളി രസമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തക്കാളി രസം. അധികം ചേരുവകളൊന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. ആദ്യമായിട്ട് തക്കാളി 3 തക്കാളി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് പുഴുങ്ങി മാറ്റി വയ്ക്കണം. എന്നിട്ട് അതൊന്ന് ആറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി മാറ്റിയിട്ട് ഈ തക്കാളി മിക്സിയിലൊന്ന് അടിച്ച് മാറ്റി വെക്കുക. അത് പിന്നെ നമ്മൾ കടുക് വറക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് ഉലുവയും കൂടെ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചത് അതേ ചേർക്കണം. ഇതൊന്ന് ചേർത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് ഇടാനുള്ളത് കായം പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ കട്ടക്കായ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് നേരത്തെ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കായപ്പൊടി ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മതിയേ, ഇത്തിരി മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തക്കാളിയുടെ പ്യൂരി ഇതിലേക്ക് ഒഴിക്കുക. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കുരുമുളക് ഇടുക. കുറച്ച് കുരുമുളക് പൊടി ഇടുക. വെള്ളം നമ്മുടെ ആവശ്യത്തിന് ചേർക്കുക. ഇതും തിളച്ച് കഴിയുമ്പോഴത്തേക്കും കുരുമുളക് പൊടി ഇടുകയാണ്. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് നമ്മുടെ തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.